ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാർട്ട് 16 ആണ്. മേ ഹാവ് എന്ന് പറയുന്ന യൂസേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാനായിട്ട് നോക്കുക. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, മേ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. മേ ഹാവ്, ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്ന സമയത്ത് വെർബിന്റെ ഏത് ഫോം വെക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നത്. വെർബിന്റെ മൂന്നാമത്തെ ഫോം വെക്കണം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അർത്ഥം വരുന്നത് മേ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാണ് 3 മണിയായില്ലേ, അവൻ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഹി മേ ഹാവ് റീച്ച്ഡ്. അവൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഷി മേ ഹാവ് ഗോൺ. ഓക്കെ, ഇപ്പോൾ അവര് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ദേ മേ ഹാവ് ഈറ്റൺ ഫുഡ്. അപ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം വയ്ക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അവൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഷി മേ ഹാവ് സ്റ്റഡീഡ്. അവള് ചിലപ്പോൾ അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ഹി മേ ഹാവ് പ്ലേഡ്. നീ ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും. യു മേ ഹാവ് പ്ലേഡ്. ഓക്കെ, അവള് ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും. ഷീ മേ ഹാവ് സങ്. നീ ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും. യു മേ ഹാവ് സങ്. അപ്പൊ ഹി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നീ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. യു മേ ഹാവ് സ്പോക്കൺ. വെർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യു മേ ഹാവ് ഡ്രങ്ക്. നീ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. യു മേ ഹാവ് ഡ്രങ്ക്. നീ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. യു മേ ഹാവ് ആസ്ക്ഡ്. നീ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. യു മേ ഹാവ് ആസ്ക്ഡ്. ഓക്കെ, നീ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അവിടെ. യു മേ ഹാവ് ഗോൺ ദർ. യു മേ ഹാവ് ഗോൺ ദർ. ഓക്കെ, ഷീ മേ ഹാവ് കം. അവൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പറയല്ലേ, അവൾ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഷീ മേ ഹാവ് റീച്ച്ഡ്. ഷീ മേ ഹാവ് കം. ഓക്കെ, അവൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. ഷീ മേ ഹാവ് റിട്ടൺ. അപ്പോൾ ചോദിക്കണടാ, അവർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവോ? ഷീ മേ ഹാവ് ഡൺ ഹോംവർക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി, കിട്ടിയോ? ഇപ്പോൾ പറയാണ്, അവൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ. കിട്ടിയോ? അപ്പോൾ വെർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്ന സമയത്ത് വെർബിന്റെ തേർഡ് ഫോം ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു. ബാക്കി അടുത്ത മോഡ്യൂളിൽ കേട്ടോ.